ഹായ്, ഇന്ന് ഒരു അടിപൊളി ട്രെയിൻ യാത്രയാണ്. മഡ്ഗാവിൽ നിന്ന് കർണാടകയിലെ കാസ്റ്റൽ റോക്ക് വരെ വനത്തിലൂടെ ഒരു യാത്ര. ഈ റൂട്ടിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നായ ദൂദ്സാഗർ വാട്ടർഫാൾ സ്ഥിതി ചെയ്യുന്നത്. കൊടുങ്കാറ്റിലൂടെ ഒഴുകി വരുന്ന മണ്ഡോവി നദിയിലാണ് ഇത് ഉള്ളത്. സമയം രാവിലെ 7 മണിയായിരിക്കുന്നു. എനിക്ക് പോകുവാനുള്ള ഷാലിമാർ എക്സ്പ്രസ് എത്തിയിരിക്കുന്നു. ഇവിടെ നിന്ന് കാസ്റ്റൽ റോക്കിലേക്ക് ഏകദേശം 93 കിലോമീറ്റർ ഉണ്ട്. യാത്രയിൽ ഗോവയിലെ പല ഉൾനാടൻ ഗ്രാമങ്ങളും പിന്നിട്ട് കാസ്റ്റൽ റോക്ക് വരെ ഏകദേശം 2.5 മണിക്കൂർ യാത്രയുണ്ട്. ഇതാണ് ഗോവയുടെ ഉൾനാടൻ കാഴ്ചകൾ. അരുവികളും തെങ്ങിൻ തോട്ടങ്ങളും മറ്റ് കൃഷിയിടങ്ങളും ചേർന്ന് ഗോവയെ സമൃദ്ധമാക്കുന്നു. ഇതാണ് ഗോവയുടെ ഉൾനാടൻ ഗ്രാമങ്ങളുടെ കാഴ്ചകൾ. പച്ചപ്പുതപ്പിൽ മൂടി നിൽക്കുന്ന ജീവനുള്ള ഗ്രാമങ്ങൾ. നല്ല ഭംഗിയുള്ള ഗ്രാമങ്ങൾ. ഗോവയിൽ കേവലം ബീച്ചുകൾ മാത്രമല്ല ഉള്ളത്. തിരക്കുകളിൽ നിന്നകന്ന് ശാന്തസുന്ദരമായ ഗ്രാമങ്ങളും ഉണ്ട്. ഈ റൂട്ടിലെ പ്രധാന ആകർഷണം ദൂദ്സാഗർ വാട്ടർഫാളാണ്. ഇത് മണ്ഡോവി റിവറിലാണ് ഉള്ളത്. ബെൽഗാം വാസ്കോഡിഗാമ റെയിൽ റൂട്ടിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ വെള്ളച്ചാട്ടം മഡ്ഗാവിൽ നിന്ന് ഏകദേശം 46 കിലോമീറ്റർ ദൂരെയാണ്. ഇത് ഇന്ത്യയിലെ ഉയരമുള്ള വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ്. ഈ വെള്ളച്ചാട്ടത്തിന് 310 മീറ്റർ അഥവാ 1017 ഫീറ്റ് ഉയരമുണ്ട്. ഇതിൻ്റെ വീതി ഏകദേശം 30 മീറ്റർ അഥവാ 100 ഫീറ്റ് ആണ്. ഈ വെള്ളച്ചാട്ടം കാണുവാൻ ധാരാളം സഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്. ഇതാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. ഈ റെയിൽ റൂട്ട് ദൂദ്സാഗർ വഴിയാണ് കടന്നു പോകുന്നതെങ്കിലും അവിടെ ട്രെയിനുകൾക്ക് സ്റ്റോപ്പില്ല. കുല്ലേയം വരെ മാത്രമേ ബസ് സർവീസ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഓഫ് റോഡിലൂടെ 11 കിലോമീറ്റർ സഞ്ചരിക്കണം. കൊടുങ്കാട്ടിലൂടെ 11 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടിവാരത്ത് എത്തുവാൻ കഴിയും. പ്രൈവറ്റ് ജീപ്പുകൾ ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നുണ്ട്. ധാരാളം ആളുകൾ ഇതിലെ ട്രെക്കിങ്ങിനായി എത്താറുണ്ട്. ചിലർ റെയിൽവേ പാളത്തിലൂടെ നടന്ന് ദൂദ്സാഗർ വാട്ടർഫാളിനടുത്ത് എത്താറുണ്ട്.
അകലെയാ കാണുന്ന വെള്ളച്ചാട്ടം പോലെ പല വെള്ളച്ചാട്ടങ്ങളും ഇവിടെയുണ്ട്. എന്നാൽ അതിന് അടുത്തൊന്നും നമുക്ക് എത്തുവാൻ കഴിയില്ല. കൊടും വനത്തിനുള്ളിലാണ് ഈ വെള്ളച്ചാട്ടങ്ങൾ ഉള്ളത്. റെയിൽ പാളത്തിലൂടെ നടന്നുള്ള യാത്ര ഇവിടെ അനുവദിക്കുന്നില്ല. അങ്ങനെയുള്ള ആക്ടിവിറ്റികൾ ശിക്ഷാർഹമാണ്. നമ്മൾ ഏകദേശം വെള്ളച്ചാട്ടത്തിന് അരികിലെത്താറായിട്ടുണ്ട്. കാടും കാട്ടാറും ചേർന്നൊരുക്കുന്ന ഒരു മനോഹര ദൃശ്യമാണിത്. മലമുകളിലൂടെ പാഞ്ഞെത്തുന്ന മണ്ഡോവി നദി അട്ടഹാസത്തോടെ മലയിടുക്കുകളിലേക്ക് തെന്നി വീഴുന്നു. ഇനിയുമുണ്ട് ഈ റൂട്ടിൽ മനോഹരമായ ദൃശ്യങ്ങൾ. അങ്ങകലെ മഞ്ഞിൻ്റെ തൂവൽ കിരീടം ധരിച്ച മാമലകൾ, അവയെ പുണർന്നു നിൽക്കുന്ന പച്ചില മേടകൾ. എത്ര സുന്ദരമായൊരു കാഴ്ചയാണ് ഈ പ്രകൃതി നമുക്ക് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. തിരക്കേറിയ ഈ ജീവിതയാത്രയിൽ എല്ലാം മറന്ന് അല്പസമയം ഈ പ്രകൃതിയോടൊത്ത് സഞ്ചരിക്കാൻ ഒരു അവസരം. കെട്ടിയുയർത്തിയ കോൺക്രീറ്റ് കെട്ടിടങ്ങളിലെ വീർപ്പുമുട്ടുന്ന ജീവിതത്തിൽ നിന്നും അല്പനേരത്തെ അനുഭൂതിക്കായി നമുക്ക് ഈ പ്രകൃതിയെ സുഹൃത്താക്കാം. നമ്മൾ കാസ്റ്റൽ റോക്കിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ചുരുക്കം ട്രെയിനുകൾ മാത്രമേ ഈ റൂട്ടിലൂടെ സഞ്ചരിക്കാറുള്ളൂ. വഴിയോരത്തുള്ള ഈ ദൃശ്യങ്ങൾ എൻ്റെ ക്യാമറ കണ്ണിൽ പകർത്തുന്നതിനേക്കാൾ എത്രയോ സുന്ദരമാണ് എന്ന് ഞാൻ ഓർക്കുന്നു. അങ്ങനെ മനോഹരമായ ഒരു യാത്ര ഇവിടെ അവസാനിക്കാറായി. ട്രെയിൻ ഏകദേശം കാസ്റ്റൽ റോക്ക് എത്താറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക. ഞാൻ എൽദോസ് ആണ്. എൻ്റെ ചാനലിൻ്റെ പേര് ഫോർത്ത് വ്ളോഗർ. ഇതാണ് കാസ്റ്റൽ റോക്ക്. ഇത് ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്.
എനിക്ക് തിരിച്ചു പോകാനുള്ള പൂർണ്ണ എക്സ്പ്രസ് എത്തിക്കഴിഞ്ഞു. Thank you for watching this video.